Fulton Skok, Janaki V. വിദ്യാധരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതാണ് നമ്മുടെ JSK. നമ്മൾ അനാഥരാണിട്ടോ, പക്ഷേ ഗുണ്ടകളല്ല. എന്തിനോടോ കൊന്നിട്ട്. റൈറ്റർ ഡയറക്ടർ പ്രവീൺ നാരായണൻ, അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി രണ്ണണ്ടിവേ, എഡിറ്റ് ചെയ്തിരിക്കുന്നത് സാംജിത്ത് മുഹമ്മദ്, ഒറിജിനൽ സ്കോർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജിബ്രാൻ്റെ പരിപാടി കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് പാട്ടുകൾ ചെയ്തിരിക്കുന്നത് ഗിരീഷ് നാരായണനാണ്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിംഗ് സിനിമയാണ്. അതുപോലെ തന്നെ മിക്സ് ചെയ്തിരിക്കുന്നത് അജിത് ജോർജാണ്. ആ പരിപാടി കൊള്ളായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം ഭയങ്കര ടെക്നിക്കലി വെരി 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 പുവർ ക്വാളിറ്റി. ചില സമയത്ത് ഇത് സീരിയൽ പോലെയുണ്ട്, ചില സമയത്ത് ഷോർട്ട് ഫിലിം പോലെ. പിന്നെ പെർഫോമൻസസിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇതിൽ സുരേഷ് ഗോപി വരുന്ന സമയത്ത് മാത്രമേ ഇതൊരു സിനിമയാണെന്ന് ഫീൽ ചെയ്യുന്നുള്ളൂ. ലോഡ്സ് ഓഫ് ഭയങ്കര അമാച്ചറിഷ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് ഒരു ലോഡ് ആർട്ടിസ്റ്റുകൾ, അതായത് സീരിയൽ നടന്മാർ, അതുപോലെ തന്നെ ഫീൽഡ് ഔട്ടായ ആളുകൾ, പിന്നെ ഈ പടമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ബന്ധുക്കളോ ആരാന്ന് സുഹൃത്തുക്കളോ ആരാന്നൊന്നും അറിയില്ല. അതായത് ഒരു ഞാൻ എപ്പോഴും പറയണം, ഒരു പടം അതിലെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളില്ലേ, അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സുരേഷ് ഗോപിയും അനുഭവ പരമേശ്വരനും ശ്രുതി രാമേന്ദ്രനും നിന്ന് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. ഇത് വരുന്ന പോകുന്ന ആൾക്കാർക്ക് എന്ത് ബോറ് പെർഫോമൻസ്, ഡബ്ബിങ് ഒക്കെ എന്ത് അബദ്ധമാണ്. വരുന്ന ഡോക്ടർ, കുറേ പിന്നെ പോലീസുകാർ, ഭയങ്കര മോശം പെർഫോമൻസ്. മാധ്യമ പ്രവർത്തകർ, ഇങ്ങനെ വരുന്ന ഈ പാസ് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ ഒരു ഭയങ്കര അമേച്ചറിഷ് ആയിട്ടുള്ള, അതായത് കാണുമ്പോൾ ഷോർട്ട് ഫിലിം, സീരിയൽ, ഇങ്ങനത്തെ സെറ്റപ്പ് പരിപാടി. SGയുടെ പെർഫോമൻസ്, ടു ബി ഫ്രാങ്ക്, സീരിയസ്ലി അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി, പറഞ്ഞ ഡയലോഗിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം, കുറേ കഥാപ്രസംഗമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി ഇവരെങ്ങനെ സൂപ്പർ സ്റ്റാറായി എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ പടം കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. SGയുടെ ആ ഒരു ഓറ, സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, പുള്ളി വന്നിങ്ങ് നിൽക്കുന്ന സമയത്ത് പുള്ളി തന്നെ, അപ്പോഴാണ് ഇതൊരു സിനിമയാണ്, തിയേറ്ററിൽ നിന്ന് കാണുന്ന സാധനമാണെന്ന് ഫീൽ ചെയ്യുന്ന അപ്പോഴാണ്. ആ കാര്യത്തിൽ ഇതിൽ ഉണ്ണിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോസിറ്റീവും ഇതിൽ അവസാനത്തെ പോസിറ്റീവും SG മാത്രം, ബാക്കിയെല്ലാം പോക്കാം. അതായത് ടെക്നിക്കലി വെരി പോവാ. നമ്മൾ അനാഥരണ്ണ ഗുണ്ടകളല്ല, എന്തിനോട്ടോ കൊന്നിട്ട്. ഇദ്ദേഹം ഉണ്ട് ഈ പടത്തിൽ, മാധവ് സുരേഷ്, പിന്നെ അഷ്കർ അലി ഉണ്ട്. അതായത് മീശ ഒന്ന് എടുത്ത ആസിഫ് അലി, പുള്ളി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആസിഫ് അലിയെ പോലെ തന്നെ ഉണ്ട് കാണാനൊക്കെ. പിന്നെ അറിയാലോ, പുള്ളി അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറൊന്നുമല്ല, പക്ഷെ ഒപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മാധവ് സുരേഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് മുമ്പേ ഷൂട്ട് ചെയ്ത പടം. പുള്ളി കുറച്ചുകൂടെ ഇപ്പോൾ കാണുന്നതിനാണ് കുറച്ചുകൂടെ യങ്ങും, കുറച്ചുകൂടെ ഫിസിക്കലിയൊക്കെ കുറച്ച് ചെറുതാണ്. പക്ഷെ എന്നൊരു ഇതേ ഇൻ്റർവ്യൂവിലും മറ്റേ ഒക്കെ പറയുന്ന പോലത്തെ എന്തിനോട്ടോ കൊന്നിട്ട് ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു കോമഡി പീസ്. ബൈജു സന്തോഷുണ്ട്, പുള്ളി ഒരു എസ്സേയായിട്ടാണ്, പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭി തിലകൻ, ഇദ്ദേഹത്തെ ഒരു സിനിമയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സീരിയലാണ്. അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ഡബ് ചെയ്ത് അതായത് വെറും സീരിയൽ തന്നെ. ഇദ്ദേഹം എന്തൊക്കെയോ ഡയലോഗ് പറയുന്നു, ഇദ്ദേഹം എന്തോ മറ്റേ സർട്ടിൻ ഇൻസ്പെക്ടർ കണ്ട എന്തൊക്കെയോ ഇങ്ങനെ പറയുക, വെറും സീരിയൽ. ഇത് മുൻപ് മറ്റേ അമൽനീരതിൻ്റെ പടത്തിൽ ഞാൻ പറഞ്ഞതാണ്, പക്കാ സീരിയൽ പരിപാടിയാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ബാലാജി ശർമ്മ, കുറേ പേരുണ്ട്, വരുന്നവരും പോകുന്നവരൊക്കെ എന്തൊക്കെയോ കാണിച്ചു പോകുന്നുണ്ട്. ജോയ് മാത്യു ഉണ്ട്, ഒരു ഫ്രാൻസിസ് അച്ഛനായിട്ട്, നിസ്താർ സേട്ടുണ്ട്, മറ്റേ ഭരത്തം പട്ടിക്ക് ചോറ് കൊടുക്കുന്ന പറയുന്ന പുള്ളിയില്ലേ, അതുപോലെ ജയൻ ചേർത്തല, അങ്ങനെ കുറേ പേര്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇത് പഴയ ഒരു നിസ്താർ സേട്ടൊക്കെ ഇംഗ്ലീഷിലൊക്കെ അടിച്ച് വിടും. അതായത് രഞ്ജി പണിക്കരെ പറയും പോലെ, രഞ്ജി പണിക്കരെ പടത്തിലെ പോലെ അങ്ങനെ ക്യാരക്ടേഴ്സിനൊന്നും ഒരു എന്താ ഇവർക്ക് എന്തൊക്കെയോ പറയാം. പക്ഷേ ഈ പടത്തിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ പുള്ളി ഇദ്ദേഹം നന്നായിട്ട്, ഈ പ്രവീൺ നാരായണൻ നന്നായിട്ട് റിസേർച്ച് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് കോർട്ട് റൂം ഡ്രാമയാണല്ലോ, അപ്പോൾ ഈ ലീഗൽ സൈഡ്, അതിൻ്റെ കുറേ ആർട്ടിക്കിൾസ്, അതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് പരിപാടിയൊക്കെ നന്നായി സ്റ്റഡി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ വെരി വീക്ക് സ്ക്രിപ്റ്റ്, അതിൽ മോശം മേക്കിങ്. ഇതിലാകെ എടുത്ത് പറയാൻ പറ്റുന്നത് ഞാൻ പറയാം, SG ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ഹീ ലുക്ക് സോ യങ് ഓൾസോ ഇൻ ദിസ്, എനർജി ഉണ്ട് പുള്ളിയുടെ സാധനം. പിന്നെ അനുപമയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി രാമേന്ദ്രൻ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഡയലോഗ് ഡെലിവറി അടിപൊളിയായിരുന്നു. പുള്ളിക്കാർ കുറേ സമയം ലാസ്റ്റ് സീനിലൊക്കെ പുള്ളിക്കാരിയാണ് വരുന്നത് കോർട്ട് റൂമിനകത്ത്.
പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി. മാധവ് സുരേഷിന്റെ ഡയലോഗ് ഡെലിവറിയാണ്. സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി, എന്തിനാട്ടാ കൊന്നിട്ട്, നമ്മൾ അനാഥരണ്ട പക്ഷേ ഗുണ്ടകളല്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ വക ഇങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ കോട്ടയം രമേശ് ഉണ്ട്. അങ്ങനെ കുറേ കഥാപാത്രങ്ങളും പരിപാടികളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ പ്രൊപ്പഗാൻഡ ഫിലിം. അതായത് കേരള സർക്കാരിനെ, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരിനെ കുറ്റം പറയണം, അതിനു വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ പിന്നെ മുഴുവൻ അങ്ങനെ പറയാൻ പറ്റില്ല, സ്പോയിലർ ആയതുകൊണ്ട്. എന്ന് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലൊരു സ്ത്രീ റേപ്പ് ചെയ്തപ്പെട്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ സർക്കാരാണ് ഉത്തരവാദി. ഇവിടെ നാട്ടിൽ എന്തോ ഒരു ക്രിമിനൽസ് ഉണ്ട്. ഇനി അത് അന്വേഷിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിന് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി. ഇതെന്ത് എന്ത് 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 വിടുവായി എന്ത് ബഗിടത്തര എഴുതി വെച്ചേക്കുന്നേ. ഇത് കാണുന്ന ആൾക്കാരൊക്കെ ബോളന്മാരാ, വെറുതെ എഴുതി വെച്ചേക്കുക. എന്നിട്ട് സർക്കാരിനെതിരെ സുരേഷ് ഗോപിയുടെ കഥാപ്രസംഗം, എന്നിട്ട് അതിനൊരു കേരളിനെതിരെയൊക്കെ എന്തോന്ന്. ഇതാരും മറ്റേ മലയാളികളുടെ ഗർഭപാത്രത്തിലിരുന്ന് സിനിമ കാണാൻ പഠിപ്പിച്ച ഷാരിസ് മുഹമ്മദാന്ന് തോന്നുന്നു ഇതിൻ്റെ അവസാന ഭാഗമൊക്കെ എഴുതിയത്. ഫുള്ള് ഇത് പറയാം, കേരയിൽ വേണ്ട, പിന്നെ കാളവണ്ടിയിലാണ് പോകേണ്ടത് ആൾക്കാർ. ഇപ്പോഴും പാലം വേണ്ടേ. ഇതാ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല. സ്ത്രീ സുരക്ഷ, എന്താ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ സുരക്ഷിതത്വമുള്ള സംസ്ഥാനമാണ് കേരളം. പുറത്ത് പോയി നോർത്തിലൊക്കെ പോയി നോക്ക്, ആസാമിലും ബീഹാറിലും ഒഡീഷയിലൊക്കെ പോയി നോക്ക്. ഗോൾഡ് ഇട്ട് ട്രെയിനിൻ്റെ പുറത്ത് കൈയിട്ട് കഴിഞ്ഞാൽ ഗോൾഡ് ഊരിക്കൊണ്ടുപോയില്ല ചെയ്യുക, കൈവെട്ടിയും കൊണ്ടുപോകും. എന്നിട്ട് അവർ സൗകര്യത്തിൽ എവിടെയും പോയിട്ട് ഊരിയെടുക്കും ഗോൾഡ്. ഇവിടെ ഇത്രയും സൗകര്യത്തിൽ സുഖിച്ച് ജീവിച്ചിട്ട് നമ്മളെല്ലാ അർത്ഥത്തിലും അത്രയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് നമ്മുടേത്. പുറത്ത് തന്നെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയില്ല, കേരളം എന്ന് പറയുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. പല രാജ്യങ്ങളും കേരള ഇൻ ഇന്ത്യ, അങ്ങനെ കേരള ഒരു സെപ്പറേറ്റ് രാജ്യമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരുണ്ട് ലോകത്ത്. അപ്പം അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള, അത്രയും ക്വാളിറ്റി ഓഫ് എന്താ പറയുക ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ഇവിടെ ഒന്ന് കേരളയിൽ ആൾക്കാർ പോകണ്ടേ? സമയത്തിന് വിലയില്ലേ? ലോകത്ത് പണം കൊടുത്ത വാങ്ങാൻ കിട്ടാത്ത ഒരു സാധനം എന്ന് പറയുന്ന സമയമാണ്. ബാക്കി എന്ത് നിങ്ങൾക്ക് ഒപ്പിച്ചെടുക്കാം? സമയം പോയ തന്നെ. ഇതൊന്നും അറിയാത്ത കുറേ എന്നിട്ട് പറയാം കേരളിൻ്റെ മയിൽക്കുറ്റി വെക്കാം, അതല്ല പിന്നെ എന്താ? അപ്പോൾ റോഡ് വേണ്ടേ നാട്ടിൽ? നല്ല പാലം വേണ്ടേ? ഇവിടെ ട്രാഫിക് സംവിധാനങ്ങൾ വേണ്ടേ? ആൾക്കാർ സഞ്ചരിക്കണ്ടേ? സമയത്തിന് വിലയില്ലേ? നല്ല ഹോസ്പിറ്റൽസ് ഇല്ലേ ഇവിടെ? എന്തൊക്കെ പരിപാടികളിവിടെ ഉണ്ട്? നല്ല വിദ്യാഭ്യാസമില്ലേ ഇവിടെ? പിന്നെ മറ്റേ പൊതുവിദ്യാഭ്യാസം എത്ര മികച്ചതാണ് ഇവിടുത്തെ സ്കൂൾസ് എത്ര? ഞാൻ സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്കറിയില്ല ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂൾസിൻ്റെ പണ്ടത്തെ ഞാൻ പഠിച്ച സമയത്തുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും. പണ്ടത്തെ +2 ആരും അഡ്മിഷൻ കൊടുക്കില്ല ഗവൺമെൻറ് സ്കൂൾ. മാനേജ്മെൻറ്റ് സ്കൂളാണ് ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ അഡ്മിഷൻ കിട്ടില്ല, +2 അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. മയിൽക്കുറ്റി പ്രൊപ്പഗാൻഡ പറയുന്നത് ലോജിക്ക് വേണ്ടേ? ആരെങ്കിലും നാട്ടിൽ ആരെങ്കിലും റേപ്പ് ചെയ്യപ്പെട്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ സർക്കാരാണ് അതിന് ഉത്തരവാദി. അതെങ്ങനെ ശരിയാവും? അതെന്ത് ലോജിക്കാത്? സർക്കാർ അതാക്കണം ഇതാക്കണം അങ്ങനെ. അവസാനമായപ്പോൾ ഇത് വെറും പ്രൊപ്പഗാൻഡ പടാന്ന് മനസ്സിലായി. യദു കൃഷ്ണൻ, നമ്മുടെ കിരീടത്തിലെ ലാലേട്ടൻ്റെ അനിയൻ, പുള്ളി ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവ്യ പിള്ളയുണ്ട്, ഇങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് സുരേഷ് ഗോപിയുടെ അസിസ്റ്റൻ്റായിട്ട് ഒരാളുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞിരിക്കുക. ഇടയ്ക്ക് വിചാരിക്കും ഇത് കൊള്ളാല പരിപാടി. സുരേഷ് ഗോപിയുടെ പെർഫോമൻസിനെ കാണുമ്പോൾ ഇടയ്ക്കാർ ഇതെന്താ ഷോർട്ട് ഫിലിമോ, ഇതെന്താ സീരിയലോ, ഇടയ്ക്ക് അത് കൊള്ളാല പരിപാടി, ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുന്നൊരു പടം. പക്ഷേ അവസാനമായപ്പോഴേക്കും ടുവേർഡ്സ് ക്ലൈമാക്സ് ഇവരുടെ അജണ്ട മനസ്സിലായി, ഇവരുടെ പ്രൊപ്പഗാൻഡ മനസ്സിലായി എന്നുള്ളതാണ്. നമ്മൾ അനാഥരണ്ട പക്ഷേ ഗുണ്ടകളല്ല, എന്തിനാട്ട കൊന്നിട്ട്. അപ്പു ജോസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇതിൽ പിണറായി വിജയൻ്റെ വേഷം ചെയ്തേക്കുന്നത്. അതേപോലെ ക്ലീൻ ഷോ ഒക്കെ ചെയ്ത് ഇപ്പോൾ അത് വ്യക്തമാണ്, അജണ്ട വ്യക്തമാണ്. ഇനിയിപ്പോൾ അജണ്ട ഉണ്ടായാലില്ലെങ്കിലും പടം നല്ലതാണെങ്കിലും നമുക്ക് കണ്ടിരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇത് അതുമില്ല. പടം ഒരുമാതിരി ഇങ്ങനെ കുഴച്ച് മറിച്ചിട്ടേക്കുന്ന ഒരു പടം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതായത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴേ അങ്ങനെ ഇറങ്ങി ഓടാനോ അല്ലെങ്കിൽ അയ്യോ ഇത് 2.5 മണിക്കൂറൊക്കെ ഉള്ള സിനിമയാണ്. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടി മതിയൊന്നുമില്ല. കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ ജഗബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പല സ്ഥലത്തും. പിന്നെ ക്ലൈമാക്സിലൊക്കെ കുറച്ച് ഫൈറ്റും പരിപാടിയും കുറച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലെ വില്ലനും നല്ല കിടുവോ, അതിന് എനർജറ്റിക് ആയിട്ടുള്ള വില്ലനാണ്. പഴയകാല ഫീൽഡ് ഔട്ട് നടൻ രജിത് മേനോൻ ഇതിനകത്തുണ്ട്. പുള്ളി ഒരു കളവനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ഓവറോൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാനയാവാത്ത ഒരു പ്രൊപ്പഗാൻഡ പടം. അതാണ് JSK ഫോർ മീ. എന്തിനോടാ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്ണ
പക്ഷേ ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്. പക്ഷേ ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്. പക്ഷേ ഗുണ്ടകളല്ല.